ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ അനുമോളാണെങ്കിലുണ്ട്. ഇന്ന് രാവിലെ ഇന്നലത്തെ ടാസ്ക് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഉറക്കമാണ്. രാവിലെ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു വരുത്തിയെങ്കിലും വളരെ കുറച്ച് പേര് എന്ന് വെച്ചാൽ നമ്മുടെ സാവുമാനും പിന്നെ നൂറയും നിവിനും ഒക്കെ ഇപ്പോഴും കിടന്ന് ഉറക്കമാണ്. അപ്പൊ അനുമോള് രാവിലെ ഉടുത്തൊരുങ്ങി അവിടെ എല്ലാം കറങ്ങി നടക്കുന്നു. കിച്ചൺ ഏരിയയിലെല്ലാം കറങ്ങി നടക്കുന്നു. പിന്നെ അമ്മച്ചിമാരെ പോലെ പഴയ അമ്മച്ചിമാരിങ്ങനെ അവിടെ നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ കുനുകുനാ പറഞ്ഞ് നടക്കത്തില്ല. അതുപോലെ നിവിനും അക്ബറും കിച്ചൺ ഏരിയയിൽ ജോലി ചെയ്യുന്നുണ്ട്. രാവിലത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് പല കുറ്റങ്ങളും കണ്ടുപിടിച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ട് നൂറയോട് പറയുന്നു, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, ഇങ്ങനെ ചെയ്യുന്നത് റെഡിയാണോ, പിന്നെ ഗോതമ്പാവ് കുഴയ്ക്കുമ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കാമെന്ന് പറയും. ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കണം. പുള്ളിക്കാരത്തിക്ക് എങ്ങനെയെങ്കിലും കിച്ചണിൽ കയറണം എന്നുള്ള വാശിയിൽ നടക്കുകയാണ്. എന്തിനാണെന്ന് അറിയത്തില്ല, വഴക്കുണ്ടാക്കണമെന്നുള്ള ധാരണയിൽ തന്നെ നടക്കുന്നത്. കുശുമ്പുള്ളവർ നടക്കത്തില്ലേ, ആ പഴയ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ നടക്കത്തില്ല, അതുപോലെ അവിടെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് പുള്ളിക്കാരത്തി. എങ്ങനെയെങ്കിലും അതിനകത്ത് കയറിപ്പറ്റണം. നിവിൻ പറയുന്നുണ്ട്, ഞാനിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കൊത്തിയ ജീവനുണ്ട്, ഇവിടെ ഞാൻ ഇതിനകത്ത് കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ സവാള ഉള്ളി അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിവിൻ. എന്നിട്ട് പറഞ്ഞു, ഇവ ചില ആൾക്കാരെ ഞാൻ ഈ ഉള്ളി അരിയുന്ന കണക്ക് അരിഞ്ഞ് ഇവിടെ മാറ്റുമെന്ന് പറയുന്നു. എന്തിനെന്ന് പറഞ്ഞാൽ അനുമോള് ചുമ്മാതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കിച്ചൺ ഏരിയയിൽ ചെന്ന് കയറണമെന്ന് പറഞ്ഞിരിക്കുക. അതിലെ നൂറ് പറയുന്നുണ്ട്, നമ്മളെന്തിനാ ബുദ്ധിമുട്ടുന്നത്, ഇവിടെ ആണുങ്ങൾ ജോലി ചെയ്യട്ടെ, നമ്മൾ പെണ്ണുങ്ങൾ ഇവിടെ മാറി നിന്ന് എല്ലാം കഴിച്ചിട്ട് ഇവിടെ നോക്കി നിന്നേച്ചാൽ മതി, സുഖമായിട്ട് ഗെയിമും കളിച്ച് ഉറങ്ങി ഇവിടെ നിൽക്കാം, അവരാണുങ്ങൾ ജോലി ചെയ്ത് തരട്ടെ, നമുക്ക് അവർ ജോലി ചെയ്ത് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ അതും കഴിച്ചിട്ട് സുഖമായിട്ട് ഇവിടെ ഇരിക്കാന്ന് അതിലെ നൂറെ പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ അങ്ങനല്ല. അനുമോൾ ഇങ്ങനെ കിച്ചൺ ഏരിയയിൽ എങ്ങനെയാലും കയറി തരണം എന്നുള്ള രീതിയിൽ അവിടെ എല്ലാം കറങ്ങി നടക്കുന്നുണ്ട്.